തമിഴ്നാട് കന്യാകുമാരിയിൽ ട്രാൻസ്പോർട്ട് ജീവനക്കാരനെ പള്ളി വികാരിയുടെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണ വിധേയനായ വികാരി റോബിൻസൺ കോടതിയിൽ കീഴടങ്ങി. സംഭവത്തിൽ വികാരിയെ രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കന്യാകുമാരി ഡിപ്പോയിലെ മെക്കാനിക്കായ സേവ്യർ കുമാറിനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇടവക വികാരിയുടെ ഓഫീസ് മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായ ക്ഷതമേറ്റതാണ് മരണകാരണം. തുടർന്ന് ഇടവക വികാരി ഉൾപ്പെടെയുള്ള പള്ളി കമ്മിറ്റിയിലെ 15 പേർ ഒളിവിൽ പോയി. ഇരണിയിൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ആരോപണ വിധേയരായ 2 പേർ പിടിയിലായിരുന്നു. തുടർന്ന് കേസിലെ രണ്ടാം പ്രതിയായ റോബിൻസൺ ഇന്ന് കോടതിയിൽ കീഴടങ്ങി. ഇടവകയിലെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മരിച്ച സേവ്യർ കുമാർ വിമർശനമുയർത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരത്തിൽ ദേവാലയത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന സേവ്യറിന്റെ ഭാര്യയുടെ ജോലി നഷ്ടപ്പെട്ടു. ജോലി തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് സേവ്യർ വികാരിയെ കാണാനെത്തിയതാണ്. പിന്നീട് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പ്രതിപ്പട്ടികയിലുള്ള 12 പേർ ഇപ്പോഴും ഒളിവിലാണ്. 24 തിരുവനന്തപുരം.